ഈ ഇടതുമുന്നണിയിൽ കോവളം തിരുവനന്തപുരം സീറ്റുകളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. ആന്റണി രാജുവിന് പകരം ആര് എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. CPM ഈ സീറ്റ് ഏറ്റെടുക്കുമോ? അതിൽ സാധ്യത കുറവ്. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ കോവളം സീറ്റ് CPM ഏറ്റെടുക്കുമെന്നും മറ്റൊരു അഭ്യൂഹം കൂടിയുണ്ട്. അടുത്തിടെ പാർട്ടിയിലെത്തിയ അതായത് ISJD ഭഗത് റൂഫസിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നതിൽ അത്തരമൊരു ആലോചനകൾ കൂടി നടക്കുകയാണ്. നമുക്ക് എന്തായാലും കോവളം തിരുവനന്തപുരം അത് തുടരുന്ന ആശയക്കുഴപ്പം അതിൻ്റെ രാഷ്ട്രീയം കൂടി നോക്കാം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ തിരുവനന്തപുരത്തും കോവളത്തും തിരുവനന്തപുരം ജില്ല ഏറ്റവും സുപ്രധാനമാണ്. അപ്പോൾ ഒരു സീറ്റ് പോലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് പറ്റില്ല. തിരുവനന്തപുരം സീറ്റ് സിറ്റിംഗ് സീറ്റാണ്. ആന്റണി രാജു അല്ലെങ്കിൽ പകരമാര് എന്ന ചോദ്യത്തിൽ എന്ത് ആലോചനയിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്? ജനാധിപത്യ കേരള കോൺഗ്രസ് ആരെങ്കിലും തീരുമാനിക്കട്ടെ എന്നൊരു നിലപാട് CPM എടുക്കാൻ തയ്യാറാകുമോ? രണ്ടും വളരെ പ്രധാനപ്പെട്ട സീറ്റാണ്. കോവളം CPM മത്സരിച്ചെങ്കിൽ നേരത്തെ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ CPM ഒരു സ്വതന്ത്രം ഇറക്കിയാൽ നേരത്തെ പിടിച്ചെടുക്കാമെന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറായതുമാണ്. പക്ഷേ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ കടുത്ത നിലപാടിലാണ്. സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയാൻ ഈ ലൈവിന് തൊട്ട് മുമ്പും ISJD പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ചു. അവർ ഇപ്പോഴും ഒരു കാര്യം ഉറപ്പ് പറയുന്നത് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സീറ്റ് ഞങ്ങൾ തന്നെ മത്സരിക്കും. കാരണം 3 സീറ്റ് മാത്രമാണുള്ളത്. അത് വിട്ടുകൊടുത്ത പകരം ഒരു സീറ്റ് അവർ അങ്കമാലി വിട്ടുകൊടുത്ത് എറണാകുളം അവർ ഏറ്റെടുത്തു. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു നിലപാട് ISJD സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ അങ്ങനെ പറയുമ്പോൾ അവർക്കുള്ളിൽ തന്നെ ഇതിൽ ആശയക്കുഴപ്പങ്ങളുണ്ട്. അവിടെ 2 സ്ഥാനാർത്ഥി, അതും രണ്ടും RJD വന്ന 2 നേതാക്കളാണ്. ഒന്ന് നമ്മൾ സൂചിപ്പിച്ച ഭഗത് റൂഫസ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷനൊക്കെ ആയിരുന്ന നേതാവാണ്. വളരെ പ്രധാനപ്പെട്ട കോവളം മേഖല നേതാവാണ് റൂഫസ് ഡാനിയൽ. അങ്ങനെ വ്യക്തിബന്ധങ്ങളുണ്ട്. RJDയിൽ നിന്ന് അദ്ദേഹം ISJDയിലേക്ക് വന്നത് തന്നെ കോവളം സീറ്റ് ലഭിക്കുന്ന പ്രതീക്ഷയിലാണ്. മറ്റൊരു നേതാവ് കൂടി അതേപോലെ സമാന വഴിയിലൂടെ RJDയിൽ നിന്ന് ISJDയിൽ വന്നത് PN സുരേഷാണ്. സുരേഷ് 2016 BDJS സ്ഥാനാർത്ഥിയെ കോവളത്ത് മത്സരിച്ച് ചെറുതല്ലാത്ത വോട്ട് പിടിച്ച നേതാവാണ്. സുരേഷിന്റെ ലക്ഷ്യവും ഈ സീറ്റ് തന്നെയാണ്. സുരേഷോ ഭഗത്തോ ഇത് തർക്കം കൂടി ഇപ്പോൾ പാർട്ടിക്കുൾ നിൽക്കുന്നു. CPMന് സീറ്റ് വിട്ടുകൊടുക്കാൻ ഇല്ല എന്ന നിലപാട് ആവർത്തിച്ച് പറയുന്നു. CP ഇപ്പോഴും ആഗ്രഹിക്കുന്നു ആ സീറ്റ് കിട്ടിയാൽ ഏറ്റെടുക്കാമെന്നുള്ളത്. കാരണം RJDക്കും ആ സീറ്റ് വേണം. കഴിഞ്ഞ തവണ മത്സരിച്ച നീല ലോഹിദാസൻ നാടാരും അതിനു മുമ്പ് മത്സരിച്ച ജമീല പ്രകാശവും ഒക്കെ ഇപ്പോൾ RJDക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് അവർക്ക് വേണം. ശക്തമായി തന്നെ RJD മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ സാധ്യതകൾ ഏറെക്കുറെ അടഞ്ഞ മട്ടാണ്. പക്ഷേ ഈ 2 പേർ RJD മാറി വന്ന 2 സുരേഷും അതുപോലെ തന്നെ ഭഗത് റൂഫസും ഇതിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിലും ചില തർക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നതാണ്. ഇപ്പോഴും അവർ ഓൺലൈനിൽ അല്പസമയം മുമ്പ് യോഗം നടക്കുകയായിരുന്നു. നേതാക്കൾ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്, പരിഹരിക്കാനുള്ള അവസാനമുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ പരിഹരിക്കപ്പെട്ട ഒരു സീറ്റ് സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ 2 സീറ്റായി ജനതാദൾ ഇന്ത്യൻ സോഷ്യൽ ജനതാദൾ ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാം. അത് അവർ ഒരുപക്ഷെ അംഗീകരിക്കണമെന്നില്ല. 4 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അത് 3ലേക്ക് കഴിഞ്ഞ തവണ ചുരുങ്ങിയതാണ്. ഒന്നുകൂടി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവർക്ക് ആ സീറ്റ് നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഈ 2 പേരുകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. 2 പേരിൽ ആര് വേണമെന്ന കാര്യത്തിൽ വലിയ തർക്കം തുടരുകയാണ്. CPMന് താല്പര്യം ഭഗത് റൂഫസിനെയാണ് എന്ന സൂചനകൾ ഇതിനിടെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഭഗത് റൂഫസിന്റെ പേര് തന്നെ ഒടുവിൽ നറുക്ക് വീണേക്കാം. CPM ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് ശ്രമിച്ചത് കോൺഗ്രസിൽ സീറ്റ് മോഹിച്ചു നിൽക്കുന്ന ഒരു വനിതാ നേതാവിനെയാണ്. അവർ നെയ്യാറ്റിൻകര സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അവർ വിമത സ്ഥാനാർത്ഥിയാകുമെന്നും അല്ലെങ്കിൽ LDFനൊപ്പം ചേരുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ISJD ഇപ്പോഴും കടും പിടുത്തം തുടരുകയാണ്. സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നത്. അതാണ് കോവളം സീറ്റ് സംബന്ധിച്ചുള്ള തർക്കം. ഏതാനും മണിക്കൂറുകൾക്കുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്, പക്ഷേ അത് പരിഹരിക്കപ്പെട്ടേക്കാം. തിരുവനന്തപുരത്ത് മറ്റൊരു സാഹചര്യമാണ്. തിരുവനന്തപുരവും CPM ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച സീറ്റാണ്. അത് ഏറ്റെടുക്കുമെന്ന് തന്നെ ഒരു ഘട്ടം ജില്ലാ നേതൃത്വം അവകാശപ്പെട്ടതാണ്. അതിന് കാരണം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ MLAയും മന്ത്രിയും ഒക്കെ ആന്റണി രാജു അയോഗ്യനായതാണ്. അദ്ദേഹം ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. ഇന്ന് ഹൈക്കോടതി അനുകൂല വിധി വരും. ആ ട്രയൽ സമയത്തെ കോടതി നിരീക്ഷണമൊക്കെ കണ്ടാൽ ആന്റണി രാജു വിധി അനുകൂലമെന്ന് തോന്നിക്കാത്ത തരത്തിലുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുകൂല വിധി ഉണ്ടായാൽ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും. CPMന് ഒട്ടും താല്പര്യമില്ല. കാരണം ആന്റണി രാജു മത്സരിക്കാൻ വന്നാൽ വീണ്ടും അദ്ദേഹത്തിനെതിരെയുള്ള തൊണ്ടിമുതൽ ആരോപണം സജീവമായി തന്നെ അത് വലിയൊരു പ്രചരണ വിഷയമായി പ്രത്യക്ഷത്തിൽ തന്നെ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിലേക്ക് UDF പോകും. അത് അനുകൂല സാഹചര്യമാണ് ആകില്ല സൃഷ്ടിക്കുന്നത്. CP ജോൺ ഇവിടെ സ്ഥാനാർത്ഥിയാകും UDFൽ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CP ജോൺ വരുന്നതിൽ കോൺഗ്രസിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട്, ശക്തമായ പരസ്യമായ എതിർപ്പുകളുണ്ട്. ആ സാഹചര്യത്തിൽ CP ജോണിനെ കോൺഗ്രസുകാർ ഒരുപക്ഷെ കാലുവാരിയേക്കാം എന്ന ഒരു ചിന്ത CPM ഉണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു നല്ല സ്ഥാനം നിർത്താനായാൽ വിജയിക്കാവുന്ന സീറ്റായി CPM തിരുവനന്തപുരം
തിരുവനന്തപുരത്തെയും കണക്ക് കൂട്ടുന്നുണ്ട്. അവിടെയാണ് പക്ഷേ ആന്റണി രാജു സ്ഥാനാർത്ഥിയായ ആ സാധ്യത അടയുമെന്നൊരു ആശങ്ക CPM-നുള്ളത്. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസ് കടുത്ത നിലപാട് തന്നെയാണ്. തങ്ങൾക്ക് അനുവദിച്ച സീറ്റാണ്. അവിടെ ആന്റണി രാജു മത്സരിക്കും. അദ്ദേഹം അയോഗ്യരാണെങ്കിൽ മറ്റൊരാളെ പാർട്ടി നൽകുമെന്ന നിലപാടാണ് ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതിനിടയിൽ കേരള കോൺഗ്രസ് എമ്മിനും ഈ തിരുവനന്തപുരം സീറ്റിൽ നോട്ടമുണ്ട്. പക്ഷേ അത് എത്ര സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ തവണ കുറ്റ്യാടി ഉൾപ്പെടെ 13 സീറ്റാണ് അവർക്ക് ഇടതുമുന്നണി അനുവദിച്ചത്. അവസാന നിമിഷം കുറ്റ്യാടി CPM തിരിച്ചെടുക്കുകയായിരുന്നു. കുറ്റ്യാടിക്ക് പകരം സീറ്റ് ഇതുവരെയും അവർക്ക് നൽകാനുള്ള ധാരണയായിട്ടില്ല. അങ്ങനെ 12 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. അതിന്റെ ഒരു അപ്രീതി കേരള കോൺഗ്രസ് എമ്മിനുമുണ്ട്. അവിടെ ആ സാഹചര്യത്തിൽ അവർ തിരുവനന്തപുരം കിട്ടുമ്പോൾ ഒരു അവസാനവട്ട ശ്രമം നടത്തുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് തയ്യാറായിക്കില്ല. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും 12 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. ഏതായാലും തിരുവനന്തപുരവും കോവളവും രണ്ടും CPM വിജയിക്കാമെന്ന് കരുതുന്ന സീറ്റുകളാണ്. പക്ഷേ അവിടെ ഇത്തരം അനിശ്ചിതത്വങ്ങളും ആശയക്കുഴപ്പങ്ങളും ബാക്കിയാണ് ഈ അവസാന മണിക്കൂറുകളിൽ. യെസ്, അതാണ് സാഹചര്യം. അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ കോവളത്തും ഒപ്പം തന്നെ തിരുവനന്തപുരത്തും ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു എന്നതാണ് അരുൺ സൂചിപ്പിക്കുന്ന കാര്യം. അത് എന്തായാലും തീരുമാനം CPM-നെ സംബന്ധിച്ച് തിരുവനന്തപുരം നിർണായകമായ ജില്ലയാണ്. അപ്പോൾ അവിടെ വിട്ടുവീഴ്ചയില്ലാത്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാം. നമുക്കിനി കണ്ണൂരേക്ക് പോകാം. അവിടെ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പയ്യന്നൂരിലാണ്. സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ച വി കുഞ്ഞികൃഷ്ണൻ, CPM വിമതനായ പാർട്ടി വിട്ട് നിർണായക നീക്കങ്ങൾ നടത്തിയ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ കുഞ്ഞികൃഷ്ണൻ നടത്തിയ പരസ്യ വെല്ലുവിളികൾ CPM-ൽ വലിയ തരത്തിലുള്ള ഭിന്നിപ്പിനും തർക്കങ്ങൾക്കും ഇടവെച്ചതാണ്. അപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വരുമ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന മറ്റൊരു ചോദ്യം കൂടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ പയ്യന്നൂർ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഇടമാണ്. അവിടെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. TI മധുസൂദനൻ തന്നെയാണ് അവിടെ CPM സ്ഥാനാർത്ഥി. അത് പ്രഖ്യാപനം നടന്നിരുന്നു. TI മധുസൂദനൻ വന്നതോടുകൂടിയാണ് കുഞ്ഞികൃഷ്ണൻ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നത്. സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ നീക്കം CPM-ന്റെ സാധ്യതകളെ എന്തെങ്കിലും ബാധിക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ കുഞ്ഞികൃഷ്ണന്റെ നീക്കം? UDF പിന്തുണ നൽകുമോ? സജിത്ത്, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഈ വി കുഞ്ഞികൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂർ മത്സരിക്കും എന്ന് അയാൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇന്നലെയാണ് CPM-ന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയത്. ഇതിനു മുമ്പ് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് വി കുഞ്ഞികൃഷ്ണൻ മുതിർന്നിരുന്നു. ഏതായാലും ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വി കുഞ്ഞികൃഷ്ണൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TI മധുസൂദനെതിരെ മത്സരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് തന്റെ പോരാട്ടം അഴിമതിക്കെതിരെയാണ്. ഇപ്പോൾ ഈ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടും അതുപോലെ തന്നെ അഴിമതിയുമാണ്. ഈ അഴിമതിയെ തുറന്നു കാട്ടണം. തന്റെ മത്സരം ജയിക്കാനല്ല, എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും എന്നാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ ആരും പിന്തുണയുമായി തന്നെ അറിയിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും അല്പം മുമ്പാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വി കുഞ്ഞികൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കുഞ്ഞികൃഷ്ണൻ നിർണായകമായ നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ UDF-ന്റെ പിന്തുണയുണ്ടാകുമോ എന്ന കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം UDF കുഞ്ഞികൃഷ്ണനെ ഒപ്പം ചേർത്താൻ അല്ലെങ്കിൽ CPM-ലെ അവിടുത്തെ ഈ ആശയക്കുഴപ്പം പരമാവധി മുതലാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതാണ്. അപ്പോൾ G സുധാകരൻ ഒപ്പം കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ CPM-ന്റെ മുഖങ്ങളായ PK ശശി, അങ്ങനെ പലരുമുണ്ട്. ഇവരെയൊക്കെ അടർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെയൊക്കെ CPM-ൽ നിന്ന് ഇവരൊക്കെ വിട്ടുവരുമ്പോൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് കോൺഗ്രസിൻ്റെ തന്ത്രമാണ്, കോൺഗ്രസിൻ്റെ സാധ്യതയാണ്. അതവർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ പയ്യന്നൂരിലെ പാർട്ടി കോട്ടയിൽ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറ്റുക എന്നതിനപ്പുറം അവിടെ വോട്ട് ചോർത്തുക എന്നൊരു തന്ത്രം ഒരുപക്ഷെ നടത്തിയേക്കാം. എന്തായാലും കുഞ്ഞികൃഷ്ണന് നൽകാൻ പോകുന്ന പിന്തുണ CPM അണികളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് വളരെ കരുതലിൽ തന്നെയാണ് ആ സാഹചര്യം. ഒരുപക്ഷെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ നീക്കം കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുമ്പോൾ UDF-ന്റെ പിന്തുണ അത് നമുക്ക് പ്രതീക്ഷിക്കണം, ആ നീക്കം കൂടി പ്രതീക്ഷിക്കണം എന്ന് നമുക്ക് കരുതാം. അതാണിപ്പോൾ സംഭവിക്കുന്നത്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. TI മധുസൂദനെതിരെ, MLA TI മധുസൂദനെതിരെയാണ് വലിയ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ പാർട്ടി നേതൃത്വം ആ ആരോപണങ്ങൾ മുഴുവൻ തള്ളി എന്നതാണ് സാഹചര്യം. ഒടുവിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് തൻ്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം.
CPM ഈ വാദം തള്ളിയെങ്കിലും പയ്യന്നൂർ പോലെ ഒരു സ്ഥലത്തെ ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തി മേഖലയായ പയ്യന്നൂരിൽ അവിടെ നിന്നുണ്ടാകുന്ന വിമത ശബ്ദം CPMന്റെ സാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.